കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒട്ടകപ്പാലിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ ഒട്ടക ഇടയന്മാരുടെ തുറസായ റോഡരികിനോട് ചേർന്നുള്ള അവരുടെ ഒട്ടക പരിപാലനവും അവന്റെ അവശ്യവസ്തു വിതരണങ്ങളെക്കുറിച്ചും അവരുടെ വാസ സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള ചെറു വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ കണ്ട ആ 4 പലകകൾ മറച്ചുവെട്ടിയ ആ വീടിനുള്ളിലാണ് ഇവർ മാസങ്ങളോളം കൊടും ചൂടിലും തണുപ്പിലുമെല്ലാം കറണ്ടോ എസിയോ ഒന്നുമില്ലാതെ ഈ ഒട്ടക പരിപാലനവുമായി മാസങ്ങളോളം ഇവർ ഇവിടെ ഈ ഗൾഫ് നാടുകളിൽ കഴിച്ചുകൂട്ടുന്നത്. ഇതിലധികവും സുഡാൻ പൗരന്മാരാണെന്നുള്ള കാര്യം നേരത്തെ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. കുറേയധികം യമൻ പൗരന്മാരുമുണ്ട്. നമ്മുടെ നാട്ടിലെ ഗൾഫുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ മിക്കവർക്കും മടിമാളികകളൊക്കെ വെച്ച് സുഖമായി കഴിയുന്ന ഒരു ചിത്രമായിരിക്കും മുന്നിലെത്തുന്നത്. പക്ഷേ ഗൾഫിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇവിടെ ഇങ്ങനെ ജീവിതം നയിച്ച് നാടിൽ മണിമാളികകൾ കെട്ടിക്കഴിയുന്ന ആൾക്കാരും അതിന്റെ പിന്നാമ്പുറ കഥകളും ഒരുപാടായുണ്ട്. നാട്ടിലെ ഇതൊന്നും കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തയും ആൾക്കാർക്ക് ഈ കഥകളും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊരു അത്ഭുതമുളവാക്കുന്ന സംഭവമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള യാത്രികർക്ക് ഇതൊരു നിത്യ കാഴ്ചയുമാണ്. നിങ്ങൾ ഈ കാണുന്ന വെളുത്ത കട്ടകൾ ചുണ്ണാമ്പ് കല്ലുകളോ പാറക്കഷ്ണങ്ങളോ ഒന്നും തന്നെയല്ല. ഇവയെല്ലാം ഒട്ടകങ്ങൾക്ക് നൽകുന്ന ഉപ്പുകട്ടയാണ്. ഉപ്പാണ് യഥാർത്ഥത്തിൽ. ഇത് പൊടിക്കുമ്പോൾ ഉപ്പായി മാറുന്നു. കട്ട പിടിച്ചിരിക്കുന്ന കല്ലുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്ത് ഉപയോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഒട്ടകങ്ങൾക്ക് ധാരാളമായി നൽകുന്ന ഒരു വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒട്ടകങ്ങൾക്ക് ഈ ഇടയന്മാർ നൽകുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഉപ്പുകട്ടയും കട്ട പിടിച്ചിരിക്കുന്ന കല്ലുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്ത് ഉപയോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഒട്ടകങ്ങൾക്ക് ധാരാളമായി നൽകുന്ന ഒരു വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒട്ടകങ്ങൾക്ക് ഈ ഇടയന്മാർ നൽകുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഉപ്പുകട്ടയും. ഇതുവഴി യാത്ര ചെയ്യുന്ന പല യാത്രികർക്കും, മലയാളികളായിട്ടുള്ള യാത്രികർക്കും ഉള്ളൊരു സംശയമാണ് ഈ കട്ടകൾ എന്താണെന്നുള്ളത്. അത് ഒട്ടകങ്ങൾക്ക് നൽകാനുള്ള ഈ ഉപ്പ് കളങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടുവരുന്ന ഉപ്പ് കട്ടകളാണ്. ഇത് പൊടിച്ചാണ് ഒട്ടകങ്ങൾ കൊടുക്കുന്നത്. കല്ലുപ്പ്, നമ്മുടെയൊക്കെ നാട്ടിലെ കല്ലുപ്പ്. ഇത് മെയിനായിട്ടും ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഒട്ടകങ്ങൾക്ക് ധാരാളം ഉപ്പ് ഈ ഇടയന്മാർ ധാരാളമായി നൽകുകയും അപ്പോൾ അത് ഏകദേശം 200 ലിറ്റർ വരെ വെള്ളം ശേഖരിക്കാൻ പറ്റുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 200 ലിറ്റർ വരെ ശേഖരിച്ച് വെള്ളം അതിനുകൊണ്ട് ഈ യാത്രയിലുടനീളം ആഴ്ചകളോളം ഇവർക്ക് ഈ നീണ്ട യാത്രകൾ ഈ ഒട്ടകങ്ങൾക്ക് ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഇവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളവും ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഒട്ടകത്തിന്റെ മേലും ഒട്ടക തൂവലിൽ പൊതിഞ്ഞ സഞ്ചികളിലാണ് ഇവർ ശേഖരിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒട്ടകങ്ങൾക്ക് ആവശ്യമായ വെള്ളം നേരത്തെ തന്നെ സ്റ്റോറേജ് ചെയ്യുന്നത് മൂലം ഒട്ടകങ്ങൾക്ക് വഴിയിൽ വെച്ച് വെള്ളം കൊടുക്കേണ്ടി വരുന്ന ആവശ്യവും വരുന്നില്ല. ഒട്ടകങ്ങൾക്ക് സൃഷ്ടാവ് തന്നെ നൽകിയിട്ടുള്ള മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ മണൽക്കാറ്റടിക്കുമ്പോൾ നമ്മളിവിടെ ഈ കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടക്കണം മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാൽ തന്നെ മണൽ ഇടിച്ച് കണ്ണുകളിലെല്ലാം നിറയുകയും ഒക്കെ ചെയ്യും. ഈ ഒട്ടകങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമേ വരുന്നില്ല. ഒട്ടകങ്ങൾക്ക് മറ്റൊരു മൃഗത്തിന് നൽകാത്ത ഒരുപാട് പ്രത്യേകതകൾ സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാല് മണലിൽ താഴ്ന്നു പോകില്ല. ഈ മണലാരണ്യത്തിൽ കൂടി 60 കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ കഴിയും. പിന്നെ എത്ര മണൽക്കാറ്റടിച്ചാലും ഇതിന്റെ കണ്ണുകളിൽ മണ്ണ് വന്ന് വീഴുന്നൊരു സംഭവമേ വരുന്നില്ല. മനുഷ്യർക്ക് 2 കൺപോളകളാണ് ഉള്ളതെങ്കിൽ ഈ ഒട്ടകങ്ങൾക്ക് 3 കൺപോളകളുണ്ട്. അത് ഈ കാറ്റടിക്കുമ്പോൾ ഈ ഒട്ടകത്തിന് നമ്മുടെ കാറിലേക്ക് ഉപയോഗിക്കുന്ന വൈപ്പർ പോലെ ഇടതോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ പറ്റുന്ന 3ാമതൊരു കൺപോളകൾ കൂടിയുണ്ട്. ആ കൺപോളകൾ മറച്ചു വെച്ചുകൊണ്ട് ഇവയ്ക്ക് കാഴ്ചയും സാധ്യമാകും. അതുപോലെ തന്നെ ഇതിന്റെ ശ്വസന വ്യവസ്ഥയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ ഈ മണൽക്കാറ്റുള്ളപ്പോൾ മൂക്കടച്ചു വയ്ക്കാനും കഴിയുന്ന ഒരു സിസ്റ്റം ഈ ഒട്ടകങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്ന ഈ തുണികൾ കൊണ്ട് തടികൾ കൊണ്ട് മറച്ചിരിക്കുന്ന ചെറു കുടിലുകളിലാണ് ഇവർ താമസവും ഭക്ഷണവും ഉറക്കവും എല്ലാം ഇതിൽ തന്നെ. ഇങ്ങനെയും ഗൾഫിന്റെ മറ്റൊരു മുഖവുമുണ്ട്. ഇവരെല്ലാം ഈ ജോലി യഥാർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരിക്കുന്നവരാണ്. ഇവർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തൊഴിൽ കൂടിയാണെന്ന് തോന്നുന്നു. ഇവർ സന്തോഷകരമായിട്ടാണ് ഈ തൊഴിൽ നയിക്കുന്നത്. നമ്മളില്ല സിനിമകളിലൊക്കെ കാണാൻ പോലെ കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞൊന്നുമല്ല ഇവർ ഈ തൊഴിൽ ചെയ്യുന്നത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലാണെന്ന് തോന്നുന്നു. ഈ സുഡാൻ പൗരന്മാർക്കും കുറേയേറെ. എന്നാൽ ഏറ്റവും നല്ല മേഖലകളിൽ ഉള്ള ഒരു ദേശക്കാർ കൂടിയാണ് ഈ സുഡാൻ പൗരന്മാർ ഇവിടെ പല തസ്തികകളിലും. ഒപ്പം കുറേയേറെ യമൻ പൗരന്മാരും ഈ തൊഴിലെടുക്കുന്നുണ്ട്. അവരെല്ലാം ഈ സന്തോഷപൂർവ്വമാണ് ഈ തൊഴിലെടുക്കുന്നത്. ഈ ചെറു കുടിലിൽ അവർ വളരെ സന്തോഷകരമായി ഈ തൊഴിലെടുക്കുകയും ഉറങ്ങുകയും ഈ പരിപാലനങ്ങളുമായി ഇങ്ങനെ കഴിച്ചുകൂട്ടി വരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.